പലപ്പോഴും കണ്ടിട്ടുണ്ട്. സത്യൻ സഞ്ചിയിൽ നിന്ന് പല സാധനങ്ങളും മധുരപലഹാരങ്ങളും മിഠായിയൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികൾക്ക് സത്യൻ ഒരുപാട് സിദ്ധികളും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് അവർക്ക് നല്ല വിശ്വാസം. കാരണം അവരാണുള്ളത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സത്യസായി വാഹിനികൾ ഉപനിഷത്തുകളുടെ സാരമാണ് പറയണത്. ഗ്രാമത്തിലെ ഒരു പ്രാവശ്യത്തെ രാമനവമി ഉത്സവം, ഒരു അലങ്കരിച്ച ഒരു കാളവണ്ടിയിൽ ശ്രീരാമന്റെ പടം വെച്ച്, ആ ശ്രീരാമന്റെ പടം വെച്ചിട്ട് ഗ്രാമവീഥികളിൽ കൂടെ ഭജനയൊക്കെ പാടി വളരെ ആഹ്ലാദിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. അപ്പോൾ എല്ലാ വീട്ടുകാരും ആ വീടിൻ്റെ മുന്നിൽ കൂടെ വരുമ്പോൾ അവർ അതിൽ പുഷ്പങ്ങളും മാലയൊക്കെ അതിൽ കൊണ്ടുപോയിട്ട് അർപ്പിക്കും. അപ്പോൾ സത്യനെ ഈ പ്രൊസഷൻ ഇങ്ങനെ വരുമ്പോൾ സത്യൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ വരുന്ന സമയത്ത് സത്യനെ കാണാനില്ല. അപ്പോൾ സത്യനെ തൊഴിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. സത്യൻ എവിടെയെന്ന് എല്ലാവരും കൂടി തിരഞ്ഞു നടക്കുന്ന സമയത്ത് ആരൊരാൾ പറഞ്ഞു, സത്യനതാ ആ രഥത്തിൽ ശ്രീരാമന്റെ ഫോട്ടോവിൻ്റെ മുന്നിലായിട്ടിരിക്കണു. നോക്കുമ്പോൾ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് വളരെ ഗംഭീരമായിട്ട് നാടകത്തിനൊക്കെ മേക്കപ്പൊക്കെ ചെയ്യുന്ന മാതിരി ഭംഗിയായിട്ട് വേഷമൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. സത്യനെ ശ്രീരാമന്റെ മുമ്പിലായിട്ട്, പടത്തിന് മുമ്പിലായിട്ട് ഇരുത്തിയിരിക്കണം. അത് അവർക്ക് അത്ഭുതമായി. എന്തിനാ ഈ കുട്ടിയെ അവിടെ പിടിച്ചിരുത്തിയിരിക്കണത് എന്ന് എല്ലാവരും കൂടി ചോദിച്ചപ്പോൾ, അത് ഞങ്ങളുടെ ഗുരുവല്ലേ, ഈ കുട്ടി ബ്രഹ്മജ്ഞാനിയാണ്, ഞങ്ങളൊക്കെ ബ്രഹ്മജ്ഞാനി എന്നാണ് വിളിക്കുന്നത് എന്നെല്ലാവരും പറഞ്ഞു. അത് വളരെ ശരിയായില്ലേ? ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവായിട്ട് മാറിയില്ലേ ഭഗവാൻ അവതാര സമയമായപ്പോഴേക്ക്? പിന്നെ സ്വാമിക്ക് 8 വയസ്സായി. 8 വയസ്സായപ്പോഴേക്ക് സ്കൂളിൽ ചേർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ സ്വാമി നല്ലോണം പഠിച്ചിട്ട് അന്ന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാമിയുടെ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം സ്വാമി ഒരു വിധത്തിലൊക്കെ നന്നാക്കി പഠിപ്പിച്ചിട്ട് ഒരു ഗവൺമെൻറ് ജോലിക്ക് ആക്കണം എന്ന ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ 8 വയസ്സായപ്പോൾ പുട്ടപ്പരുത്തിയിൽ നിന്ന് 2.5 നാഴിക ദൂരത്തുള്ള ബുക്കപ്പട്ടണത്തിലേക്ക് അവിടുത്തെ സ്കൂളിൽ കൊണ്ടുപോയിട്ട്, എലിമെൻ്ററി സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർത്തി. വളരെ ബുദ്ധിമുട്ടാണ് ഈ 2.5 നാഴിക നടന്നു പോകാൻ ആ കാലങ്ങളിലൊക്കെ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി മുത്തശ്ശന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഭഗവാന്റെ ഭക്ഷണമൊക്കെ പ്രാതൽ കഴിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സംഗതികളും കൊണ്ടുപോകണം. ചിലപ്പോഴൊക്കെ വെള്ളച്ചോറായിരിക്കും, ചിലപ്പോൾ രാഗിയുടെ ചോറായിരിക്കും അത്രേ. അതിന് കുറച്ച് ചട്ടണി ഉണ്ടാക്കും. എന്നിട്ട് അത് കഴിച്ച് ഉച്ചയ്ക്കും അത് തന്നെ ഒക്കെ പൊതിഞ്ഞു പോകണം. ഈ പോണ സമയത്ത് മഴക്കാലമൊക്കെ ആണെങ്കിൽ കഴുത്തിന് വെള്ളം ഉണ്ടാവും പല സ്ഥലത്തും. അതെല്ലാം താണ്ടി പോകണം. പക്ഷെ എല്ലാ കുട്ടികളും കൂടിയാണ് പോവുക. ഒന്നിച്ചിട്ട് അവർ സന്തോഷമായിട്ട് കൂട്ടുകാരും ഒന്നിച്ചിട്ട് സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ മാഷന്മാർ ആദ്യം മുതൽ തന്നെ ഇതൊരു അസാധാരണ കുട്ടിയാണെന്ന് പലരും പറഞ്ഞു. ആദ്യമായിട്ട് സുബ്ബണ്ണ അച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യാപകനാണ് ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ഇതൊരു അസാധാരണ കുട്ടിയാണ്. പക്ഷെ ഒരു ഈശ്വരീയമായ ഭാവത്തിലൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് സംഗതികളൊക്കെ അറിയുന്നൊരു കുട്ടി എന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവതാര കാര്യമൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. നമ്മൾ ഇപ്പോൾ മോശമായിട്ട് പറയുന്ന ഈ കൊണ്ടമ്മ മാഷുണ്ടല്ലോ, ആ കൊണ്ടമ്മ മാഷ് ആദ്യകാലത്ത് ഭഗവാനോട് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു ശരിക്കും. അത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നാണുള്ളൂ. VC കൊണ്ടമ്മ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഈ കുട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോട്ടോ, ഒരു പ്രതിമയെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കല്ലെങ്കിലും വെച്ചിട്ട് അവിടെ ബാക്കി കുട്ടികളെയൊക്കെ വെച്ച് ഒരു പാട്ടും ഭജനയൊക്കെ പാടി അതിലേക്ക് പൂവൊക്കെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കളിയൊക്കെ. ഈ കൊണ്ടമ്മ മാഷ് പലപ്പോഴും കണ്ടിട്ടുണ്ട് സത്യൻ സഞ്ചിയിൽ നിന്ന് പല സാധനങ്ങളും മധുരപലഹാരങ്ങളും മിഠായിയൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഇതാരാ തരുന്നത്, ആരുടെ അടുത്ത് വാങ്ങിയിട്ടാണ് നീ സഞ്ചിയിലിട്ട് കൊണ്ടുവരുന്നത്? അത് ചോദിച്ചപ്പോൾ സാധാരണമാരി തന്നെ ഒഴിഞ്ഞു മാറും, അത് ഗ്രാമദേവത തന്നാണ് എന്ന് പറയും. പിന്നെ അതിൻ്റെ മുകളിൽ ആർക്കും എന്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതിൽ കഴിഞ്ഞ് ആ ചോദ്യം ഉത്തരം അതോടുകൂടി അവിടെ നിൽക്കും. അങ്ങനെ കൊണ്ടപ്പ മാഷക്ക് സത്യന് വലിയ ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ നോട്ട്സ് എഴുതി കൊടുക്കുകയാണ്. അത് എഴുതി കൊടുക്കുമ്പോൾ സത്യൻ മാത്രം എഴുതുന്നില്ല. എന്താ നീ മാത്രം എഴുതാത്ത ചോദിച്ചപ്പോൾ എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാഷക്ക് അത് ഇഷ്ടമായില്ല. ഒരു മാഷോട് ഒരു കുട്ടി എനിക്കിതൊക്കെ അറിയാം, ഞാനതൊന്നും എഴുതുന്നില്ല പറഞ്ഞപ്പോൾ മാഷന്മാരുടെയൊക്കെ സാധാരണ സ്വഭാവത്തിനനുസരിച്ചിട്ട് ആ കുട്ടിയോട് ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു. ആ കാലങ്ങളിലൊക്കെ ബെഞ്ചിൻ്റെ കയറി നിൽക്കൽ ഒരു സാധാരണ പണിഷ്മെൻ്റാണ്.
അത് വളരെ അപമാനിതനാവുമെന്ന് വെച്ചിട്ടാണ് കയറ്റി നിർത്തുക. പക്ഷെ കുട്ടികൾക്കതൊന്നുമില്ല, അവർ സുഖമായിട്ട് കയറി നിൽക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് മെഹബൂബ് ഖാൻ മാഷില്ല. ഈ മാഷക്ക് ആദ്യം മുതൽ തന്നെ അറിയാം ഈ കുട്ടി സിദ്ധിയുള്ള ഒരു ഈശ്വരീയമായ ശക്തിയുള്ള ഒരു കുട്ടിയാണെന്ന്. അപ്പോൾ ഈ മാഷ് സത്യനെ ഇടയ്ക്കിടയ്ക്ക് ധാരാളം ഭക്ഷണവും മധുരപലഹാരങ്ങളും ഒക്കെ പല ദിവസങ്ങളിലും കൊണ്ട് കൊടുക്കും. എന്നിട്ട് സത്യനോട് പറയും, സത്യ നിന്റെ വ്രതം എനിക്ക് അറിയാട്ടോ, നീ പേടിക്കണ്ട, എൻ്റെ വീട്ടിൽ നിന്നാണത് കൊണ്ടുവരുന്നത്, മാംസം കഴിക്കുന്ന സ്ഥലത്തു നിന്നാണ് വിചാരിച്ചാൽ നീ കഴിക്കാതിരിക്കേണ്ട കേട്ടോ. ഞാൻ നിനക്ക് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അവിടെ മുഴുവൻ എൻ്റെ അടുക്കളയും ആ അടുപ്പും ഒക്കെ മുഴുവനായിട്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് നിനക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറയും. സത്യനതൊക്കെ കഴിക്കുകയും ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ നല്ല ബന്ധം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് അകത്ത് കയറിയിട്ട് കസാലയിൽ ഇരിക്കാൻ നോക്കുമ്പോൾ മറ്റേ മാഷ് എണീക്കണില്ല. എന്താ നോക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അറിയില്ല. അദ്ദേഹം അന്തം വിട്ടു, എല്ലാം അന്തം വിട്ടു. അപ്പോഴാണ് കുട്ടികളാരൊക്കെ പറഞ്ഞിട്ട് സത്യനെ കയറ്റി നിർത്തിയോണ്ടായിരിക്കും അറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് സത്യന് ഒരുപാട് സിദ്ധികളും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് അവർക്ക് നല്ല വിശ്വാസം. കാരണം അവരാണുള്ളത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മെഹബൂബ് ഖാൻ മാഷ് പറയാണ്, ഇത് ഒരു അഹങ്കാരത്തിന് ചെയ്തതല്ല സ്വാമി. സ്വാമി പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനതിന് ഒരു വിളംബരമായിരുന്നു. എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഒരു വളരെ ശക്തിയുള്ള ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. കാരണം അത് ലോകം അറിഞ്ഞു കഴിഞ്ഞു. കാരണം മാഷന്മാരുടെ ഇടയിലൊക്കെ അറിയുമ്പോൾ കൂടുതലായിട്ട് എൻ്റെ ശക്തിയെപ്പറ്റി അറിയാനും എൻ്റെ അടുത്തേക്ക് ജനങ്ങൾ വരാനും. കാരണം ഒരു അവതാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാരം ഇവിടെ ഉണ്ടെന്ന് അറിയണ്ടേ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ കഥകളിയൊക്കെ പണ്ട് കാലങ്ങളിൽ കഥകളി നടക്കുമ്പോൾ ഇന്നത്തെ മാതിരത്തെ വിളിച്ചു പറഞ്ഞു പോയിട്ട് അനൗൺസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എത്രയും ദൂരമാണെങ്കിലും, ഇപ്പോൾ 2 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ വെച്ച് നടത്തുകയാണെങ്കിൽ വൈകുന്നേരം സന്ധ്യ ആകുമ്പോഴേക്ക് കേളിക്കൊട്ട് കൂട്ടും. ഈ കേളിക്കൊട്ട് കേട്ട് കഴിഞ്ഞാൽ ഈ കഥകളി ഭ്രാന്തന്മാരൊക്കെ ആ അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ പായയും ചുരുട്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് എത്തും. അവർ രാത്രി മുഴുവൻ അവിടെ കിടക്കുക, കുറേ കാണും കുറേ കിടക്കും, അങ്ങനെ മടങ്ങുക. അപ്പോൾ അത് വിളംബരം ചെയ്തിട്ടില്ലെങ്കിലോ അത് ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാനൊരു അവതാരം വന്നു കഴിഞ്ഞ് ഒരു അവസരം എത്തുന്നവരെ അറിയണം, ആ മഹിമ അറിയേണ്ടതുണ്ടല്ലോ. കാരണം ഒരുപാട് ജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് ആദ്യം അവരുടെ ലൗകികമായ ചില കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്ത്, പിന്നെ ഈ ലൗകികത്തിലെ ദുഃഖവും ഈ ലൗകികത്തിലെ സന്തോഷവും തണുപ്പും ചൂടും ഒക്കെ ഒരേമാതിരി അനുഭവിച്ചുകൊണ്ട് യാതൊരു പരാതിയില്ലാതെ ഒക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നേറിയിട്ട് ആ എത്തേണ്ടതായ ലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തിലേക്ക്, ജീവാത്മാ പരമാത്മാ മേളനത്തിലേക്ക് എങ്ങനെ എത്തണം എന്ന് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി അവർ വന്ന ഉടനെ തന്നെ നിന്റെ ലക്ഷ്യം ജ്ഞാനമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നിൽക്കുമോ? ഇന്നിപ്പോൾ പല ഗുരുക്കന്മാരും ആ സമയത്തുണ്ടായിരുന്ന പല ഗുരുക്കന്മാരുടെ അടുത്തൊന്നും ജനങ്ങൾ അങ്ങനെ ഉണ്ടായില്ലല്ലോ. കാരണം ഭഗവാന്റെ അടുത്ത് ഇത്രയും ആൾക്കാർ വരാനുള്ള കാരണം ഭഗവാന്റെ ദിവ്യ അത്ഭുതങ്ങൾ തന്നെയാണ്. ആ അത്ഭുതങ്ങൾ ഭഗവാൻ പറഞ്ഞ വളരെ ശരിയാണ്, അത് വിസിറ്റിംഗ് കാർഡ്സ് തന്നെയാണ്. അറിഞ്ഞു വന്നതിന് ശേഷം ഭഗവാന്റെ ദിവ്യമായ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞ് വിശ്വസിച്ചതിന് ശേഷമാണ് സ്വാമി മെല്ലെ 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 സ്വാമിയുടെ ഉപദേശങ്ങൾ കൊടുക്കുക. നമുക്ക് ഇപ്പം തന്നെ അറിയാലോ, സ്വാമിയുടെ വാഹിനികളും സ്വാമിയുടെ അമൃതവാണികളിലും എത്ര പേർക്ക് താല്പര്യമുണ്ട്. നേരെ മറിച്ച് സ്വാമിയുടെ മിറാക്കിൾസ് മാത്രമാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലോ അതിന് നിറയെ ആൾക്കാർ കേൾക്കാനുണ്ടാവും. പക്ഷെ സ്വാമിയുടെ ദിവ്യത്വം, സ്വാമിയുടെ ഏറ്റവും പ്രോജ്വലമായിട്ടുള്ള ഭാവം എവിടെയാണ് കാണുക? വാണികളിൽ കൂടിയാണ്. പ്രത്യേകിച്ച് സത്യസായി വാഹിനികൾ ഉപനിഷത്തുകളുടെ സാരമാണ് പറയണത്. പക്ഷെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിൽ ബാക്കി ആരുടെ വ്യാഖ്യാനം നോക്കിയാലും സ്വാമി പറഞ്ഞ പോലെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല. അത് അവതാരത്തിന് മാത്രം പ്രാപ്തമായിട്ടുള്ള ഒരു സിദ്ധിയാണ്. വളരെ ലളിതമായി, വളരെ കുറച്ചുകൊണ്ട്, വളരെ സംക്ഷിപ്തമായിട്ട്, ഡെക്സ്ട്രസ് ആയിട്ട് അതിനെ പറയുക എന്നുള്ളത് അവതാരത്തിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ സ്വാമി ആദ്യകാലങ്ങളിൽ ഒരാളെ അതിന് പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അടുത്ത് വന്ന് തന്നെ വിശ്വസിപ്പിച്ച ശേഷം തന്നിൽ അയാൾക്ക് ആ മുഴുവൻ വിശ്വാസമായി താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമെന്ന അവസ്ഥ വന്നാലാണ് ഈ ഉപദേശിച്ചിട്ട് അയാൾ എത്തേണ്ടതായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വളരെ മുമ്പ് അറിയുന്നവരുണ്ട്. ഇപ്പൊ ഈ മെഹബൂബ് ഖാൻ എന്ന മാഷക്ക് ആദ്യം അറിയാം. ഈ മാഷ് ഇടയ്ക്കിടയ്ക്ക് സത്യനെ പറ്റി പറയുമ്പോൾ പറയത്ര, സത്യ നീ ഒരു അത്ഭുത ബാലനാ,
നിനക്ക് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ ജനങ്ങളെ കണ്ടമാനം സഹായിക്കും. ജനങ്ങളെ നീ സന്മാർഗ മാർഗത്തിലേക്ക് നയിക്കും. നീ ഒരു അത്ഭുത ശക്തിയാവുന്നു.